ോട് മഴയേക്കാൾ കൂടുതൽ പ്രതിസന്ധി തീർക്കുന്നത് അവിടുത്തെ കടലാക്രമണം ആണ്. പ്രദേശത്തെ പ്രധാന റോഡ് അടക്കം കടലെടുത്തു പോകുന്ന സാഹചര്യം ഉണ്ട് പലയിടങ്ങളിലും എന്നതാണ്. ഈ തീരദേശ മേഖലയിൽ കാവുഗോളയിൽ ആണ് ഏറ്റവും കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. ഇവിടെയാണ് ഈ റോഡ് കടലെടുത്തു പോയ പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇപ്പോൾ കെ വി ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, നാശനഷ്ടങ്ങളേറെയും പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ആണ്. അതേസമയം വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഇപ്പോൾ മഴയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ബൈജുവിലേക്ക് ആണ് പോകുന്നത്. ബൈജു, റോഡ് കടലെടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതും മഴക്കെടുതിയുടെ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടതാണ്. ഇപ്പോൾ മഴ എത്രത്തോളം ശക്തമായി പെയ്യാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? അഭിലാഷ, നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കാവുഗോളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. റോഡ് ഈ ഒരു 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് ഇപ്പോൾ പൂർണ്ണമായും കടലെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതുതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഈ വിനോദസഞ്ചാര മേഖലകളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റാണിപുരം, അതുപോലെ തന്നെ ബേക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പുഴകളിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഴ മണിക്കൂർ 3-4 മണിക്കൂറായി ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട്. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അഭിലാഷ്, ഇതാണ് കാസർഗോട്ടെ പശ്ചാത്തലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.